Modi also says Congress manifesto is Muslim League manifesto. മോഡി എപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇതാണ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ് എന്ന്. I request him, if he gives me time, I will take my manifesto and I will explain him where is the word Muslim. For only for Muslim we are doing it. We are doing for all. The manifesto is for poor, for youth, for farmers, for ladies, for everybody. Simply he is dividing the society. He want to tell Hindu, he want to create Hindu Muslim, Hindu Muslim. ഈ രാജ്യത്ത് വർഗീയത പറയാൻ ശ്രമിച്ചുകൊണ്ട്, വർഗീയ പരത്താൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മോഡി പറഞ്ഞു വെക്കുകയാണ്, ഈ രാജ്യത്ത് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ അത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വർഗീയത പരത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ടവനും, ഈ രാജ്യത്തെ സ്ത്രീക്കും, ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. You and I is for all. Nari Shakti is for all. It is not only Muslims, not only scheduled caste, not only for scheduled tribe, not only the below poverty line, for everybody. യുവാക്കൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പദ്ധതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുന്നത് അത് മുസൽമാന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയോ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും, മുഴുവൻ യുവാക്കൾക്കും, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് ആവർത്തിച്ചു പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. And in UPA we have given some guarantees, some rights without asking by people. For example, the Narega scheme Sonia Gandhi gave, and at that time the same BJP people told, by bringing Narega they have created garibi in the country. നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്, തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു മഹത്തായ പദ്ധതി ഈ രാജ്യത്ത് വന്നപ്പോ അത് ഈ രാജ്യത്തിന് ശരിയാകില്ല എന്ന് പറഞ്ഞു വെച്ച ആളുകളാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഗ്യാരണ്ടികൾ പാലിച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിയുടെ കീഴിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. We brought Narega as a right. We brought Education Act as a right. We brought Food Security Act as a right. Even Modi wishes, Shah wishes, that cannot be taken away. It is a permanent one. That is the work of our UPA government. UPA ഗവൺമെന്റിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടത്തെ പറ്റി നമ്മൾ പറയണം. ഈ രാജ്യത്ത് തൊഴിലുറപ്പ് അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. ഈ രാജ്യത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷ്യസുരക്ഷ അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. അത് ഈ രാജ്യത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടു. അത് മോഡി വിചാരിച്ചാലും അമിത്ഷാ വിചാരിച്ചാലും എടുത്തു കളയാൻ സാധിക്കാത്ത തരത്തിൽ ഈ രാജ്യത്ത് അത് ചേർന്നിരിക്കുന്നു. Modiji always claims, I am governing as per constitution, as per democracy, he always says. But he is destroying all the autonomous bodies. He is destroying universities. He is destroying education system, and he still says, I am bringing a educational development. I am bringing good days for poor people. Achhe din launga. Where is your achhe din? Is this the achhe din?
നരേന്ദ്രമോദി എല്ലാ കാലത്തും പറഞ്ഞു വെക്കും, ഞാൻ ജനാധിപത്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നശിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അച്ഛാധിനായക, നല്ല ദിനങ്ങൾ വരുന്നു. എവിടെയാണ് നിങ്ങളുടെ നല്ല ദിനങ്ങൾ? ഈ രാജ്യത്തിന് നല്ല ദിനങ്ങൾ സമ്മാനിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് കഴിഞ്ഞത്? Modi toured entire world 14 times. He went from country to country, outside, inside, during election period, and for the sake of election, nearly hundreds of speeches he did. Still he is doing, but he has forgotten to go Manipur, where our sisters are dying, rapes are taking place, houses are burnt. There he has no courage to go, but Rahul Gandhi went there, consoled the people and told, don't lose your heart, I am there to safeguard your interests. നരേന്ദ്രമോദി ഈ ലോകം മുഴുവൻ ടൂർ നടത്തുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ വീടുകൾ കത്തി നശിക്കുന്ന, ആ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആ മണിപ്പൂരിലേക്ക് ഒന്ന് പോയി നോക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ല. പക്ഷേ അതുള്ളത് നമ്മുടെ രാഹുൽജിക്കാണ്. അദ്ദേഹം അവിടെ പോവുകയും ആ പ്രിയപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. And he always says, Congress party insulted Ram. Where is he? Whether that was a meeting of opposition parties, whether Pran Pratishtha, whatever we call, the Modi ji himself went and he performed Ram Puja. He never allowed even the pujaris, what you saw, worshippers. He himself did everything and he is blaming Congress people. We gave invitation to Kharge ji. We gave invitation to Sonia Gandhi ji. They never turned up. They insulted, they say. How can I insult? Everybody has got faith in God. Those who have got faith in particular God, whether Ram, whether Krishna, whether Vishnu, whether Shankar, where Muhammad, Paigambar, Jesus Christ, they have got faith, they will go. In this country, my country, you never allow scheduled caste people to enter in temple, and you tell us they have not turned up. When Jagjivan Ram went in Hindu University, there Varanasi, when Jagjivan Ram inaugurated Sampurnanand statue, after coming from that campus, they put Ganga Jal on that because it became apavitra. So they put Ganga Jal after going Jagjivan Ram. This is the mentality of RSS. This is the mentality of Modi. Unless you clean your mind, nobody will come with you. And you are blaming others. Don't do that. If you do that, we have got hundreds of things to tell against you, how you behave. Therefore, my brothers, time is short, but still I know that 5:30 we have to go. So that's why but Modi, he is not looking after people. He is looking after only elections. Election after election, election after election. No poor people, any program for poor people.
no, he has got any compassion for poor people. Therefore, I request you, kindly elect Rahul Gandhi ji with thumping majority. Last time you elected him, how many votes? 4,32,000. This time more than 5 lakhs you should elect him. കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രാജ്യത്തെ മതേതരമായി നയിച്ചിട്ടുള്ളതാണ്. RSSന്റെയും BJPയുടെയും അവരുടെ ചിന്ത വർഗീയത മാത്രമാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു വെക്കുന്നില്ല, കാരണം സമയപരിധി വളരെ കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയെ കഴിഞ്ഞ തവണ 4.5 ലക്ഷം വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 5 ലക്ഷം കടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. And Modi always say 70 साल में कांग्रेस ने क्या किया? We were in power for 55 years, but he always says 70 साल में, means he forgotten Atal Bihari Vajpayee, Morarji Desai, Deve Gowda, all other people. He only remembers even 70 साल Congress only. Today also he may be remembering Congress only, because मोदी if he tells 70 साल में, अरे अगर हम 70 साल में कुछ नहीं करते, जरा 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 ज्यादा हो गए क्या? बैठो. तो 70 years में हम अगर कुछ नहीं करते, in 70 years if could not have done anything, Modi ji, in democracy you could not have become prime minister. You have become prime minister because we have protected the democracy. We protected the constitution. That's why we have become today prime minister. നരേന്ദ്രമോദി എല്ലാ കാലത്തും പറയും, കഴിഞ്ഞ 70 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചില്ലേ, എന്ത് ചെയ്തു എന്ന് അദ്ദേഹം നിരന്തരം ചോദിക്കും. നമുക്കറിയാം, തുടർച്ചയായി കോൺഗ്രസ് 55 വർഷമാണ് രാജ്യം ഭരിച്ചത്. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, കോൺഗ്രസ് 55 കൊല്ലം ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നിവിടെ പ്രധാനമന്ത്രിയായി ഇരിക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിച്ചു, കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. This is our achievement. Don't challenge Congress. Congress brought freedom. You got today freedom of speech, freedom of expression, voting power to ladies, young people. It is Congress achievement, not yours. ഇതാണ് കോൺഗ്രസിന്റെ നേട്ടം. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് നരേന്ദ്രമോദി, താങ്കൾ കോൺഗ്രസിനെ ചലഞ്ച് ചെയ്യാൻ വരരുത്, കോൺഗ്രസിനെ വിലക്കെടുക്കാൻ വരരുത്. Lastly, I want to say what you have done in 55 years. Now sometimes they ratify their years and tell. I will tell him, in 1951, after independence, before 51, the literacy rate 18.3 in the country. How much? 18.3. In 13-14, when UPA government, 74% literacy percentage. And today it is 73, hardly 3% in 10 years. നിങ്ങൾ ചിന്തിക്കണം, കോൺഗ്രസ് കഴിഞ്ഞ 55 വർഷം എന്ത് ചെയ്തു എന്ന് നരേന്ദ്രമോദി നിരന്തരം ചോദിക്കുന്നില്ലേ? കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ രാജ്യത്തിന്റെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് കേവലം 18% മാത്രമായിരുന്നെങ്കിൽ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അത് 74% കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. Now I will tell, because no time. Primary schools 2.9 lakh. In 13-14, 7.9 lakhs. And now 7.6. Reduced. Upper primary 13,600 in 1951. But 13-14, 4,10,000. And now 4,35,000.
secondary schools, colleges, net irrigated area. Before independence, 210 lakh hectare. But during our period, 6 lakh 80 hectare. This everything we have done. This is a statistics given by Parliament to our questions. I have got answer. But don't make fool to the people. Some people you may fool, those who are RSS and others. But you can't fool everybody. And for all the people you can't fool all the time. We are there with your support. We will protect the Constitution. We will protect the democracy. We will protect the unity of the government, unity of the country. Nobody can question our integrity, our unity. And that's why today the All India, our alliance partners are together. India alliance will come and Modi will be defeated and you will find a new government with new hopes. What we have 5-9 we have given to you. 25 guarantees we have to give. With this guarantee, we will fulfill all our promises which will benefit to you. This is my only humble request to you. Kindly vote for Congress, vote for hand symbol, vote for Rahul Gandhi and make the country prosperous and united. Thank you very much. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് RSSകാരെയും BJPക്കാരെയും മാത്രമാണ് നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ സാധിക്കുക. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഈ രാജ്യം നമ്മൾ തിരിച്ചു പിടിക്കും. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എന്റെ നന്ദി. I request all UDF candidates should be elected, and if we come to power, we will block CAA, and that what they are expecting, that everything is in their hand. You will see when we come to power, whatever promise is made in our manifesto, that will be implemented without fear, favor to anybody, but in the interest of the country only. Thank you once again. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ട് തീർച്ചയായും മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका